ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു ബ്രെഡ് പിസ്സ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു ബ്രെഡ് പിസ്സയുടെ റെസിപ്പി കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും വെറുതെ പിൻട്രസ്റ്റിലൊക്കെ ഒന്ന് നോക്കി റെസിപ്പി നോക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നു. പിൻട്രസ്റ്റിൽ ഒരുപാട് ഫുഡിൻ്റെ റെസിപ്പീസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഒരെണ്ണം എൻ്റെ റെസിപ്പി ബുക്കിലും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പിക്ചർ കൺഫേം ചെയ്ത് അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ റെസിപ്പി ബുക്ക് എടുത്തു. ഈ റെസിപ്പി ബുക്ക് വാങ്ങിയിട്ട് ഒരുപാടായി. ഇതിൽ ആകെ ഒരു റോളിൻ്റെയോ കേക്ക് റോൾ അങ്ങനെ എന്തോ ഒരു റെസിപ്പി മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി അനുസരിച്ചിട്ട് നമുക്ക് പിസ്സ ഉണ്ടാക്കാം. ഞാൻ ബ്രെഡ് കൊണ്ടാണ് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇതിന് മുന്നേ ഒക്കെ മൈദേൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചു. നെക്സ്റ്റ് ഞാൻ ആദ്യം തന്നെ പിസ്സക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതാകുമ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ സമയം തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. ഒരു ഉച്ച സമയമായപ്പോൾ തന്നെ നല്ല മഴ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ബ്രെഡ് പിസ്സ അല്ലേ, അപ്പോൾ നമുക്കതിൻ്റെ ഡോവും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് അവിടെ എവിടേക്കൊന്ന് പോയിരുന്നു. പിന്നെ ഇന്ന് മെയിൻ കോഴ്സായിട്ട് നമ്മൾ പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ സൈഡിലത് ഉമ്മയും മേമയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം ഒരു 3:30 ആയപ്പോൾ അതിൻ്റെ ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആദ്യം ബ്രെഡ് എടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഉടച്ചു കൊടുക്കുകയാണ് ചെയ്ത്. പിന്നെ അതിലേക്കൊരു 4 മുട്ട ഇട്ടിട്ട് നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. അതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യുകയും ചെയ്തു. അത് സെറ്റായതിന് ശേഷം ഞാനൊരു മിൽക്ക് ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാലിലോട്ട് മൈദപ്പൊടിയൊക്കെ എടുത്തിട്ട് ചീസ് ഉണ്ടാക്കി. പിന്നെ ഡോ ഞാൻ സാധാ പോലെ നമ്മൾ ഗ്യാസിൽ സ്റ്റവ് ഓൺ ചെയ്ത് വെച്ചു. പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചു. നമ്മൾ മിൽക്ക് ചീസ് ഒഴിച്ചു കൊടുത്തിട്ട് ക്യാപ്സിക്കം അതുപോലെ തന്നെ ഓണിയൻ ചിക്കൻ എല്ലാം ഇട്ടിട്ട് മുകളിൽ കൊടുത്ത് ചീസും വെച്ച് കൊടുത്തു. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പോൾ ഒന്ന് പാടം വരെയൊക്കെ ഒന്ന് പോയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.